അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യാനും അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള, ഞാനൊരു ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്ടോ ഒന്നുമല്ല. ഞാൻ എന്റെ പൈസ കൊടുത്ത് എന്റെ സ്കിന്നില് ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് യൂസ് ചെയ്ത് ഉറപ്പായിട്ട് ഇത് പോവും, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആവും എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല ആൾക്കാരുടെ സ്കിന്നും പല രീതിയിലാണ്. അപ്പൊ എന്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഓയിലി ആക്നി പ്രോൺ സ്കിൻ ആണ്. ഞാനൊരു ടീനേജ് ടൈമില് എന്റേത് ആക്നി പ്രോൺ സ്കിൻ തന്നെയാണ്. എനിക്ക് കുരുക്കൾ വന്നു പോകാറുണ്ട്, അതിന്റെ പാടുകൾ, അങ്ങനെ ഒരുപാട് എന്റെ സ്കിന്നിൽ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട്. അപ്പം വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ടോണർ ആണ്. ആക്നി പ്രോൺ സ്കിൻ ഉള്ളവരും അല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്കും ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. ബിക്കോസ് ഞാൻ ഇതില് ഞാൻ ഗ്യാരണ്ടി പറയുന്നത്, നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരിക്കലും കുരു വരില്ല. നല്ല ഒരു ബ്രാൻഡാണ് ഇത്, കൊറിയൻ ബ്രാൻഡാണ്, ഇൻസെൻട്രി എന്ന് പറഞ്ഞതാണ്. ഇതിൽ സിബം കൺട്രോൾ ചെയ്യും, ഹൈഡ്രേറ്റ് സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ട്രീ എക്സ്ട്രാക്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതില് ഇത്ര കുറച്ച് പ്രൊഫഷനേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു 3-4 വർഷം യൂസ് ചെയ്യാം, അത്രയ്ക്കുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അത് കണക്ക് തന്നെ എക്സ്പയറി. അപ്പം എന്റെ സ്കിൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സൺസ്ക്രീൻ അല്ലെങ്കിൽ വേറെ എന്തോ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ടോണർ അപ്ലൈ ചെയ്യും. ടോണർ നമ്മളെ സ്കിന്നില് നല്ല രീതിയിൽ വർക്ക് ആവുന്നത് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ ഈ പല ടോണേഴ്സും ഉണ്ട്. ചില ടോണർ എന്നൊക്കെ പറയുമ്പം ഈ ഹൈഡ്രേഷൻ തരാൻ വേണ്ടി ചില ടോണർ നമുക്ക് യൂസ് ചെയ്യുമ്പോ തന്നെ എന്താ പറയുന്ന കുരുക്കൾ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് നമുക്ക് ഉണ്ടാവും. അങ്ങനെ എന്നും വരാത്ത ഒരു ടോണറാണ് എനിക്ക് ഈ ടോണർ. ബിക്കോസ് എനിക്ക് യൂസ് ചെയ്തിട്ട് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞാൻ വേറൊരു ബ്രാൻഡിന്റെ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബ്രാൻഡ് നെയിം ഓർമ്മയില്ല. എനിക്കത് നല്ലൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിനുശേഷം ടോണർ യൂസ് ചെയ്യല്ലേ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതേ കണക്ക് തന്നെ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സൺസ്ക്രീൻ. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തിരിക്കണം. സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഈവൻ കൊച്ചു പിള്ളേർക്ക് പോലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ സൺസ്ക്രീൻ യൂസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അത്രത്തോളമാണ് നമുക്ക് സൺ ടാൻ വരുന്നത്. സൺസ്ക്രീൻ നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മളെ സ്കിൻ ബാരിയർ ഹെൽപ്പ് ചെയ്യുന്നതേ സൺസ്ക്രീൻ ആണ്. അപ്പം സൺസ്ക്രീൻ, നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സും അറിയില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാൾക്കാരും നിങ്ങളൊരു സൺസ്ക്രീൻ നിങ്ങളെ സ്കിന്നിനെ പറ്റിയത് കണ്ടുപിടിച്ച് നിങ്ങൾ യൂസ് ചെയ്യണം. എനിക്ക് ആക്നി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ യുവിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതൊരു 10 ഗ്രാമേ ഉള്ളു, SPF 50 ആണ്, PA3+ ഉള്ളു ഇതിനകത്ത്. പക്ഷെ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറയുന്നത്. ബട്ട് പിമ്പിൾ സ്കിൻസ് ഉള്ളവർ, പിമ്പിൾ അല്ലെങ്കിൽ ഓയിലി ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്കും ഗോ ഫോർ ദിസ്. ഇത് ഞാൻ ഭയങ്കര ഗ്യാരണ്ടി പറയുന്ന ഒരു സാധനമാണ്. ഇതാണ് അതിന്റെ എന്താ പറയുന്ന പേര്. നല്ലൊരു സൺസ്ക്രീൻ ആണ്. എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായതും ഈ സൺസ്ക്രീൻ ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഈ ബെറി ബ്രൈറ്റ് എന്നാണ്. ഇത് കുറച്ച് ഡേയ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന, സ്കിൻ കുറച്ച് ഡാർക്ക് ആക്കുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തതിനു ശേഷം എന്റെ സ്കിൻ കുറച്ച് ഡാർക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് എന്റെ തോന്നലാണോ അതോ ഇനി ഇതിന്റെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണോ അങ്ങനെ ഡാർക്ക് എന്റെ സ്കിന്നിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇതും 50 SPF ആണ്, പക്ഷെ PF 4+ ആണ്. ഇത് വെറും 3+ ഉള്ളു, 4+ ഇതിനകത്തുണ്ട്. പിന്നെ അതേ കണക്ക് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഈ പിൽഗ്രിമിന്റെ സൺസ്ക്രീൻ. ഇത് ഒരു ഫേസ് ക്രീം വിത്ത് SPF 30 ആണ്. വൈറ്റമിൻ C ഉണ്ട്, റോസ് ഓയിൽ ഉണ്ട്, റെഡ് വൈൻ ആണ്. അപ്പൊ ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതും ഓൾ ടൈപ്പ് സ്കിൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓയിലി ആക്നി പ്രോൺ ആയ സ്കിന്നുകൾക്കും യൂസ് ചെയ്യാം. എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഇത് എനിക്ക് തോന്നുന്നു അത്ര ഫേമസ് അല്ല ഈ സൺസ്ക്രീൻ. പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. 1 ടൈം എങ്കിലും നിങ്ങൾ ഈ സാധനം ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതേ കണക്കാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന
സിറംസ് ഇപ്പൊ ബോട്ടിൽ എടുത്തപ്പോ തന്നെ കണ്ടപ്പോ മനസ്സിലായി കാണാം ഞാൻ ഒരുപാട് സിറം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എന്റെ സ്കിൻ പിമ്പിൾ സ്കിൻ ആണ്. പിമ്പിൾസ് വരും പോവും അതിന്റെ മാർക്ക് അവിടെ കാണും, അവശിഷ്ടങ്ങളായിട്ട് എന്റെ മാർക്സ് ഒക്കെ കാണാം. എനിക്ക് ഇപ്പൊ പോലും ഒരു പിമ്പിൾ വന്ന് നിപ്പുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരുപാട് സിറം യൂസ് ചെയ്യുന്നുണ്ട്. പിമ്പിൾ സ്കിൻ അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല 2 സിറംസ് ആണ് സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് സ്കിൻ നല്ല ചേഞ്ച് ആവും. ഞാൻ യൂസ് ചെയ്യുന്നതാണ്, കുറെ കൊല്ലമായിട്ട് എന്റെ സ്കിന്നില് ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്ട്സ് ആണ് സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്. ഞാൻ പല ബ്രാൻഡിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഡോക്ക് ആണ് മേടിക്കാറുള്ളത്. ഉള്ളൊരു ബ്രാൻഡ് ഉണ്ട് മിനിമലിസ്റ്റ് ഒരു നല്ല ബ്രാൻഡാണ്. ബിക്കോസ് പെട്ടെന്ന് നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാത്ത. മിനിമലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ വാങ്ങാൻ ബജറ്റ് പറ്റാത്തവര് ഗോ ഫോർ ഡോക്ക്. അടിപൊളി സാധനമാണ്. ഞാൻ കുറെ നാളായിട്ട് എന്റെ ഒരു 3-4-5 ബോട്ടിൽ ഇതിന്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്രയ്ക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിമ്പിൾസ് വന്നാൽ ഞാൻ ഉടനെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും. ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം നൈറ്റ് സ്കിൻ കെയറിലാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഈ പ്രോഡക്ട്സ് ഒക്കെ. പറഞ്ഞ സൺസ്ക്രീൻ ഒഴിച്ച് സിറംസ് യൂസ് ചെയ്യേണ്ടത് നൈറ്റ് സ്കിൻ കെയറിലാണ്. അതേ കണക്ക് ഞാൻ പുതിയതായിട്ട് എന്റെ സ്കിന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് എന്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത്. ഇത് ദ ഓർഡിനറിന്റെ 7% ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കുഞ്ഞു ബോട്ടിലാണ്, നമുക്ക് ചെറുത് മേടിക്കാൻ കിട്ടും കേട്ടോ. വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യും നമ്മളെ സ്കിന്നില് ഡെഡ് സ്കിൻ അല്ലെങ്കിൽ സൺ ടാൻ വന്നതൊക്കെ കുറയ്ക്കും. നമുക്ക് ചെറിയ ഇൻസ്റ്റന്റ് ആയിട്ടല്ല, നമുക്ക് ചെറുതായിട്ട് നമുക്ക് ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ പറ്റും. നമ്മള് ഒരു സൺ ടാൻ അടിച്ച ഒരു സ്കിൻ ടൈപ്പ് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം പയ്യെ ഒരു 2-3 ഷെയ്ഡ് നമുക്ക് മാറും. ഞാനിത് 2 വട്ടം യൂസ് ചെയ്തിട്ടുള്ള ഭയങ്കര ചേഞ്ച് ഉണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ചെറിയ മാറ്റങ്ങള് വന്നിട്ടുണ്ട്. അതേ കണക്കാണ് ഈ ട്രൂ തെറാപ്പിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് തന്നെയാണ്. ഗ്ലൈക്കോളിക് ആസിഡ് ഇത് 10% ആണ്. വിത്ത് ഗ്രീൻ ഓട്ടർ എക്സ്ട്രാക്ട് ആണ്. ഇത് ഞാൻ എന്റെ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ബിക്കോസ് സ്കാൽപ്പിൽ എനിക്ക് ചില നേരം ഫ്ലേക്കി സ്കാൽപ്പ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് വരാറുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് ഞാൻ എന്റെ സ്കാൽപ്പിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതേ കണക്ക് തന്നെ ഈ ലാക്ടോകലാമിന്റെ മിസല്ല ക്ലെൻസിങ് വാട്ടർ. നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, നിങ്ങൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുന്നവരാണോ, അവരെന്തൊക്കെ പറഞ്ഞാലും ഈ ക്ലെൻസിങ് വാട്ടർ യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മൾ പുറത്തു പോകുമ്പോഴും എന്ത് സ്കിൻ ആവട്ടെ നമുക്ക് സ്കിന്നിൽ അഴുക്ക് വരും. പൊടി അടിക്കുമ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതായാലും ഏത് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരായാലും നമ്മളെ സ്കിന്നിൽ പൊടി വരും. അത് കുഞ്ഞു പോഴ്സിന്റെ അകത്തൂടെ ഈ ഡോട്ട് ചെന്ന് ഇരുന്ന് അത് നമുക്ക് പിന്നെ പോകുന്തോറും നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മിസല്ല വാട്ടർ ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. നല്ല രീതിക്ക് ചേഞ്ച് ചെയ്യും. ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് എന്റെ സ്കിന്നിലോട്ട് ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനിപ്പോ വിചാരിച്ചു എന്തേ ഞാനിത് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് എന്ന്. ഇത് ഉപയോഗിച്ച് നമ്മള് ഒന്ന് സ്കിൻ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഫേസ് വാഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് കളയുന്നതാണ്. ഒരു കോട്ടൺ പാഡിലോ കയ്യിലോ കുറച്ച് വാട്ടർ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കളയാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മളിത് ചെയ്യണം. മിസല്ല വാട്ടർ എല്ലാരും പറയുന്ന മേക്കപ്പ് യൂസ് ചെയ്യുന്നവർ മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ഞാൻ പറയുന്ന അല്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരും ഇത് യൂസ് ചെയ്യണം. ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യണം. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എനിക്കൊന്ന് ഗാർണിയറിന്റെ ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്തു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ 2 എണ്ണം ഒരു 200 ml ജസ്റ്റ് 2 ബോട്ടിൽ കണ്ടപ്പോ ഞാൻ മേടിച്ചു നോക്കിയാണ് ട്രൈ ചെയ്യാൻ വേണ്ടി. പക്ഷെ നല്ലതാണ് കേട്ടോ. മിസല്ല വാട്ടർ ഏത് ബ്രാൻഡ് ആയാലും നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ ഇപ്പത്തെ ഫേമസ് ആയിട്ടുള്ളത് ഗാർണിയറിന്റെയാണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് ഈ ലാക്ടോകലാമിന്റെ. മിസല്ല വാട്ടർ ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗാർണിയറിന്റെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്റെ സ്കിൻ കെയർ. അപ്പൊ നിങ്ങളും സ്കിൻ കെയർ ചെയ്യണം.
സ്കിൻ കെയർ, ഈവൻ ഒരു ഫേസ് വാഷും ഒരു സൺസ്ക്രീൻ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ സ്കിന്നിൽ യൂസ് ചെയ്തതാണ്. പിന്നെ ആവശ്യമില്ലാത്ത നമ്മളെ സ്കിന്നിന് കുഴപ്പമില്ലെങ്കിൽ ചുമ്മാ കുറെ ചപ്പ് ചവറ് വാരി നമ്മളെ ഫേസിൽ ഇടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു കുഴപ്പമില്ലെങ്കിൽ നമ്മൾ എന്തിനാ, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഈ സിറംസ് ടോണർ എല്ലാം വാരി ഇടണ്ട. നമുക്ക് നല്ലൊരു ഫേസ് വാഷും ഒരു സൺസ്ക്രീനും മാത്രം മതി. അത് തന്നെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ ആണ്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളു. അപ്പം ബൈ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കൂടെ കൂടിക്കോ.